ഹായ് ഹലോ, ഇന്നത്തെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൂട്ടീൻ കാണിക്കാൻ നേരത്തെ കേട്ടോ. രാവിലെ എഴുന്നേറ്റു. രാവിലത്തെ കിച്ചണിലെ പരിപാടിയാണ് കേട്ടോ. കുഞ്ഞാവെ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാൻ കരുതിയത്. അപ്പം മുട്ട അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വേവിക്കാനിട്ട് കുക്കറിൽ ഒരു വിസിലടിക്കുമ്പോൾ നമ്മുടെ മുട്ട ശരിയാവും കേട്ടോ. അതുകൊണ്ട് തന്നെ കുക്കറിലാണ് മുട്ട വേവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ളിക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അരിയാണ്. ഉള്ളി, സവാള, സവാള ഉള്ളിയൊക്കെ ഒന്നല്ലേ. സവാള, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തക്കാളി, പച്ചമുളക്, ഇത് മൂന്നാണ് എടുക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, അത് യൂസാക്കും. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ ആയിട്ടുണ്ട്. മുട്ട എടുത്ത് മാറ്റിയതിന് ശേഷം ആ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കുന്നത്. കാരണം അതാകുമ്പോൾ എളുപ്പമുണ്ട്. നമ്മൾ പാത്രത്തിലാകുമ്പോൾ കുറേ ടൈം നമുക്ക് കുറേ ഗ്യാസും വേസ്റ്റേജ് ആവും. ഇന്നത്തെ സമയത്ത് നമുക്ക് ഗ്യാസൊന്നും അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുക്കറിനകത്ത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ നമ്മൾ പെട്ടെന്ന് ഉള്ളിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പിന്നെ അതിനകത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഒഴിച്ചു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇതെല്ലാം ഇട്ട് ഒന്ന് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മുടെ സവാള പിന്നെ അരിഞ്ഞത് അങ്ങോട്ടിടും. തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ച് ഒരു 3-4-5 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ ടൈമിലെല്ലാം നമ്മുടെ കുഞ്ഞാവ് അമ്മയുടെ കയ്യിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ അരച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു കുറച്ച് എടുത്ത് നമുക്കിനകത്തോട്ട് എടുത്താൽ മതി. എടുക്കുന്നതിന് കുറച്ച് സമയം മുന്നേ നമ്മളെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ഇട്ടിട്ട് കുക്കർ അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ അവിടെ കിടന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ചായ ഇട്ടിട്ടുണ്ട്, ചായ കുടിച്ചില്ല. എൻ്റെ ഇഷാമോൻ്റെ ചായ, ഇഷാനൊന്ന് ചായ സാധാരണ ഇഷാന് ചായ കൊടുക്കാറില്ല. അപ്പോൾ ഇന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മ എനിക്ക് ഇച്ചിരി ചായ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ശരി കുറച്ച് ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ചായ എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്നും രാവിലെ ഞാൻ കുളിക്കുന്നതാണ്. അപ്പം ഞാൻ കരുതി ഇന്ന് എന്തായാലും അപ്പം ഉണ്ടാക്കിയിട്ട് കുളിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാവ്. ഇതാണ് ഇവാൻ അറിഞ്ഞാർ കേട്ടോ. ഇതാണ് നമ്മുടെ ഇവാൻ കുട്ടൻ. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായി. കുക്കറിനകത്ത് നിന്ന് പിന്നെ പെട്ടെന്ന് ഞാനത് പിന്നെ പാത്രത്തിലോട്ട് മാറ്റിയായിരുന്നു കേട്ടോ. കടായിലോട്ട് മാറ്റിയിട്ട് പിന്നെ അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇത്രയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് മുട്ടയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയും എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മുട്ട റോസ്റ്റ് തയ്യാറാണ് കേട്ടോ. എളുപ്പമാണ്. നമുക്ക് ഒരുപാട് ടൈം അതിന് വേണ്ടി ചിലവാക്കൊന്നും വേണ്ട. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഉച്ചക്കലത്തേനുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ നേരത്തെ നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ്, നീളമുള്ള വഴുതന. അപ്പം അത് വെച്ചിട്ടൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ കരുതി വെളിച്ചെണ്ണ ഒഴിച്ച് പാത്രത്തിൽ പിന്നെ വഴുതനങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇത്രയും കൂടി വഴറ്റി നന്നായിട്ട് എടുക്കുന്നതാണ്. അടച്ച് വെക്കത്തില്ല. വഴുതനങ്ങ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇതാകുമ്പോൾ നല്ല ഈ പരുവത്തിൽ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ വഴുതനങ്ങ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബൈ.